കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുമെന്നതാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിനായി വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര ബജറ്റിൽ ഇടം പിടിക്കുമെന്ന് ഒരു സംശയവും വേണ്ട. റോഡിലൂടെയുള്ള ചരക്കു ഗതാഗതത്തിന്റെ 50% കടലിലൂടെയാക്കുന്നതും ക്രൂസ് സമുദ്ര പൈതൃക ടൂറിസവും തുറമുഖ വികസനവും ഉൾപ്പെടെ വമ്പൻ പദ്ധതികളാണ് മിഷൻ സമുദ്ര. കിലോമീറ്റർ കടൽ തീരം, 2 രാജ്യാന്തര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും, 17 ഇടത്തരം തുറമുഖങ്ങളും. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കാൻ ഒരുങ്ങുന്ന UDF സർക്കാരിൻ്റെ സമ്പത്ത് ഇതൊക്കെയാണ്. തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ വികസനത്തിന്റെ ചാലകശക്തിയാകാൻ എന്തൊക്കെ കാണും? മിഷൻ സമുദ്രയുടെ ആദ്യഘട്ടമാണ് കടൽമാർഗമുള്ള ചരക്ക് നീക്കം. 15 തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഈ പദ്ധതി. അതിനാൽ തുറമുഖ വികസനത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാവും. 2ാം ഘട്ടമാണ് ക്രൂസ് ഷിപ്പിംഗ്. കടലും കരയും ചേർന്നുള്ള പൈതൃക ടൂറിസമാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി ക്രൂസ് ടെർമിനലുകൾ വേണം. ഉണ്ടാവുമോ ബജറ്റിൽ പ്രഖ്യാപനം? ക്രൂസ് ടെർമിനൽ ഉണ്ടാക്കുക, ഇപ്പോൾ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഡേ ട്രിപ്പ് ഫോർ ദി ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് ഹു ആർ കമ്മിങ് ഇൻ ദ ഷിപ്പ്, പക്ഷേ അവർ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഈ സിറ്റിയിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുമ്പോൾ കമേഴ്ഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വളർന്നു കഴിഞ്ഞു. പക്ഷേ അനുബന്ധ വികസനം നോക്കുകയാണെങ്കിൽ വട്ടപൂജ്യം. കഴിഞ്ഞ സർക്കാർ വിഭാവനം ചെയ്ത റിംഗ് റോഡ് ഒരിടത്തും എത്തിയിട്ടില്ല. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിൽ ക്ലോവർ ലീഫ് മാതൃക വേണമെന്നതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. റെയിൽ കണക്ടിവിറ്റിയുമില്ല. ബജറ്റിൽ പ്രഖ്യാപിച്ച വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസന ഇടനാഴിയും പേപ്പറിൽ മാത്രം. ഇതൊക്കെ വീണ്ടും ബജറ്റിൽ ഇടം പിടിക്കുമോ? അതോ വിഴിഞ്ഞത്തിനായി പുതിയ പദ്ധതികളോ? ക്യാമറ പേഴ്സൺ ഉണ്ണിപ്പാലാഴിക്കും അംജദ് ശരീഫ് വട്ടിയൂർക്കാവിനുമൊപ്പം RB സനൂപ്, മീഡിയ 1.